നമ്മുടെ ഇഷ്ടപ്പെട്ട നടൻ സിദ്ദിഖ് കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്ന് മാത്രം പറഞ്ഞു, ചോദ്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കും, 1-2 ദിവസം ചോദ്യം ചെയ്യും, അറസ്റ്റ് ചെയ്യില്ല എന്നാണ്. കാരണം അറസ്റ്റ് ചെയ്യാൻ പാടില്ല, ഇതൊരു താൽക്കാലിക സംവിധാനമാണെന്നും ഇതുകൊണ്ട് ദീർഘകാലത്തേക്ക് സിദ്ദിഖിന് ഗുണമില്ല എന്ന് ബാധിക്കുന്ന നിയമജ്ഞനുണ്ട്. കേരള സർക്കാരൊക്കെ വാദിക്കുന്ന അങ്ങനെയാണ്. പക്ഷേ എങ്ങനെയാണ് ഇയാൾക്ക് വിധി കിട്ടിയത്? സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കേസിൽ മുൻകൂർ ജാമ്യം അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു ജാമ്യം അനുവദിക്കാറില്ല. കാരണം സ്ത്രീകളെ ആക്രമിച്ച കേസാണ്, അതുപോലെയുള്ള വളരെ ഗുരുതരമായ കുറ്റങ്ങളാണ്. ഇത് കിട്ടാനുള്ള ഒരു കാരണം സുപ്രീം കോടതിയുടെ ഒരു ചോദ്യമാണ്. 8 വർഷമായല്ലോ, 8 വർഷം മുമ്പ് നടന്നൊരു കാര്യം ഇപ്പോൾ കൊണ്ടുവരുന്നതിന്റെ കാര്യം എന്താണ്? ഈ 8 വർഷത്തിനിടയിൽ നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഈ പ്രതിക്കെതിരായി ഈ അതിജീവിത ഇട്ടിട്ടുണ്ട് എന്നും വളരെ ഉന്നതനായ റക്തോഗി പോലെയുള്ള ഒരു വക്കീൽ സുപ്രീം കോടതിയുടെ മുമ്പിൽ പറയുന്നു. സ്വാഭാവികമായ ചോദ്യത്തിന് അർത്ഥമുണ്ട്. പക്ഷേ മുൻകാല വിധികളിൽ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ അവരുടെ പരാതി പറയാൻ വൈകി എന്നത് ഒരിക്കലും തള്ളിക്കളയാനുള്ള ഒരു കാരണമായി എടുക്കരുതെന്ന് പറഞ്ഞിട്ട്. കാരണം അവർക്ക് സാഹചര്യങ്ങൾ അങ്ങനെയാണ്. മാത്രമല്ല ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് സർക്കാരിന് തീരെ താല്പര്യമില്ലെങ്കിലും പുറത്തുവിടേണ്ടി വന്നു. പുറത്തുവിടുകയും അത് ഹൈക്കോടതി ആവശ്യപ്പെടുകയും അതിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വയ്ക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത് പ്രസക്തമാവുന്നത്. കേരള സർക്കാരിന്റെ വക്കീലിന് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ സമയം കിട്ടിയില്ല എന്നും 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും കേസെടുക്കുമ്പോൾ ബോധിപ്പിക്കുമെന്നും അപ്പോൾ ഇദ്ദേഹത്തിന്റെ ജാമ്യ വ്യവസ്ഥ റദ്ദാക്കുമെന്നും ഒക്കെയാണ് ഇവർ വാദിക്കുന്നത്. എനിക്ക് വലിയ പ്രതീക്ഷയില്ല. കാരണം ആ കേസ് എത്ര വേണേൽ നീട്ടിക്കൊണ്ടുപോകാൻ സിദ്ദിഖിനും സിദ്ദിഖിന്റെ വക്കീലിനും കഴിയും. ആ കേസ് നീട്ടിക്കൊണ്ടുപോകുന്നിടത്തോളം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇടക്കാല ഉത്തരവ് റദ്ദാക്കാൻ കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ടാലും കൊടുത്തുകൊള്ളണമെന്നില്ല. മാത്രവുമല്ല, സിദ്ദിഖ് ഇപ്പോൾ പോലീസ് വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. സിദ്ദിഖിന്റെ അഭിഭാഷകൻ പറയാൻ പോകുന്നത് പോലീസ് വിളിച്ചപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ട്, പിന്നെ എന്തിനാണ് എന്നെ റിമാൻഡ് ചെയ്യുന്നത്? കേരളത്തിൽ ഇത്ര അറിയപ്പെടുന്ന ഒരു നടനാണ്, എനിക്ക് ഒളിച്ചോടാൻ പറ്റില്ല. പോലീസ് വിളിച്ചാൽ ഞാൻ ചെല്ലാം, പിന്നെ എന്താ പ്രശ്നം? ഒന്നത്. 2, ഇവിടെ ഗവൺമെന്റ് പ്രതികൂട്ടിലാവുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ വൈകി പുറത്തുവിട്ടു എന്നത് തന്നെയാണ്. ഇത് വന്ന കാലത്ത് പുറത്തുവിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കേസുകൾക്കൊക്കെ പ്രസക്തി കൂടിയേനെ. അപ്പൊ ഇത്രയും പഴക്കമാവില്ല, ഒന്നാമത്തെ കാര്യം. 2, സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ ഹൈക്കോടതിയിൽ ഇയാൾ മുൻകൂർ ജാമ്യം പോയാൽ നോക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. സിദ്ദിഖിനെ എപ്പോഴും അറസ്റ്റ് ചെയ്യായിരുന്നു. ഞാൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തേടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരാളെ അറസ്റ്റ് ചെയ്യാണ്ടിരിക്കാനൊന്നും ഈ രാജ്യത്ത് നിയമമില്ല. വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു, അതും ചെയ്തില്ല. ചുരുക്കത്തിൽ സിദ്ദിഖിനെ രക്ഷിക്കാനാണ് ഉന്നതരായ ചിലരെങ്കിലും ശ്രമിക്കുന്നത് എന്ന വാദം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ കാണിക്കുന്നത് ഞങ്ങൾ എല്ലാ ശ്രമവും നടത്തുന്നുണ്ട് എന്നാണ്. പക്ഷെ സിദ്ദിഖിന് ആശ്വസിക്കാൻ വകയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഇവിടുത്തെ വിധി അതല്ല. പക്ഷെ വക കിട്ടിയേക്കും. എങ്ങനെയാണെങ്കിൽ ആ കേസ് നീണ്ടു പോകാൻ സിദ്ദിഖിന്റെ ഉന്നതനായ അഭിഭാഷകൻ ശ്രമിച്ചാൽ മുൻപോട്ട് പോയാൽ അത്രയും കാലം നടക്കൂല. അതിനിടയിൽ സിദ്ദിഖിന് ചോദ്യം ചെയ്യൽ കഴിയും. ആ ചോദ്യം ചെയ്യൽ കഴിയുമ്പോൾ പിന്നെ ഇയാൾ എന്തിനാണ് റിമാൻഡിൽ എടുക്കുന്നത് എന്ന് കോടതി ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ അപ്രസക്തമായി പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്.